MLA ഓഫീസിൻ്റെ തർക്കം തിരുവനന്തപുരത്ത്. ആ തർക്കം വന്നപ്പോൾ നിയമസഭാ അംഗത്തിൻ്റെ ഓഫീസ് അത് മാറ്റിക്കൊടുക്കണം എന്ന് ആവശ്യമുയർന്നു വന്ന പശ്ചാത്തലത്തിൽ ഇവിടെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ BJPക്ക് അനുകൂലമായ വാദമാണ് ഉന്നയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മെല്ലെ തുടങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ. മാത്രമല്ല, കോൺഗ്രസ് ജയിച്ച് വന്നതിന് ശേഷവും തൃശ്ശൂർ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ മേയർ സ്ഥാനം വിൽപ്പന നടത്തി എന്ന വലിയ വാർത്ത വന്നതല്ല, വിൽക്കുന്നത് കണ്ട കോൺഗ്രസിൻ്റെ തന്നെ മറ്റൊരു നേതാവ് പരസ്യമായി മേയർ സ്ഥാനം വിറ്റു. ലാരി ജെയിംസ് പരസ്യമായി പറഞ്ഞ കാര്യമാണ്. അതിന് മറുപടി നൽകാൻ സാധിക്കാതിരിക്കുമ്പോൾ ഈ ലാരി ജെയിംസിനെ പുറത്താക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. DCC പ്രസിഡന്റ് ഒരു ദിവസം എന്നെ ഒറ്റയ്ക്ക് വിളിച്ച് ഈ സിസ്റ്റം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പണം ആവശ്യമാണ് എന്ന് പറഞ്ഞുവെന്നും അപ്പോഴാണ് അവർ പറയുന്നത്, ലാരി ജെയിംസ് പറയുന്നത്, എനിക്ക് പണമൊന്നും കൊടുക്കാനില്ല. പണപ്പെട്ടിയുമായി പിന്നീട് നിജി ജസ്റ്റിൻ നേതാക്കളെ കണ്ടു എന്നും അവർ തന്നെ പറയുകയുണ്ടായി. ഇതിന് തന്നെ വേറൊരു പതിപ്പാണ് കൊച്ചി മേയർ സ്ഥാനത്തേക്കും നോമിനിയായിട്ട് നിശ്ചയിക്കപ്പെട്ട ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് അവരുടെ പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ ഒഴിവാക്കി. അതിൻ്റെ സംഘർഷം ഇപ്പോഴും അവിടെ കൊച്ചിയിലും അവസാനിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് അധികാരം കിട്ടിയാൽ അവരെന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത് എന്നതിന് കൃത്യമായ സൂചനയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ മേയറുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനമെടുത്തതിൻ്റെ പിന്നിലുള്ള പണ ഇടപാടിനെ സംബന്ധിച്ച് അവർ തന്നെ ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്.